ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ജോലിയൊന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോൾ മോനെയും കൂട്ടി ഒരു യാത്രയാണ് ഉദ്ദേശം. ഞാൻ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി കണ്ണാടിത്തോട് വഴി കാട്ടിലൂടെ പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് കുരങ്ങും കൂട്ടമാണ്. അവറ്റകളവിടെ വഴിയിൽ നമ്മളെയും കാത്തു നിന്ന പോലെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. മോൻ പറഞ്ഞു, ബാപ്പ കയ്യിലുള്ള പഴമൊക്കെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നിർത്തി. ഞങ്ങളെ കയ്യിലുള്ള പഴമൊക്കെ അവർക്ക് കൊടുത്തു. അവർ നിർത്താണ്ട് അത് മൊത്തം കാലിയാക്കോളം അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ നോക്കി ഞാനും മോൻ ആസ്വദിച്ചിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോയി സുള്ളിയാന്ന് നേരെ ജോട്ട്പാൽ പോയി. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു ചായക്കട. അവിടെ നല്ല ഉള്ളിവടയും ചായയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും ഉള്ളിവടയും കഴിച്ച് മോനെയും കൂട്ടി അവിടുന്ന് നേരെ മടിക്കേരിയിലോട്ട് തിരിച്ചു. പിന്നെ മടിക്കേരിയിൽ നിന്ന് എവിടെ പോകണമെന്നൊരു നിശ്ചയമില്ല. പിന്നെ കുറച്ച് എസ്റ്റേറ്റൊക്കെ ഉള്ള സ്ഥലം, ട്രക്കിങ്, രണ്ടും ഉദ്ദേശം പൂർത്തീകരിക്കണതിൽ മാന്തൽപ്പെട്ടി വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടുന്ന് നേരെ സോമാർപേട്ട വഴി മാതാപുര വഴി മാന്തൽപ്പെട്ടിലേക്ക്. അവിടെ കാറ് പ്രവേശനമില്ല. അപ്പോൾ നമ്മളെ കാർ അവിടെ നിർത്തി പിന്നെ ജീപ്പിലൂടെ നമ്മൾ മാന്തൽപ്പെട്ടിലേക്ക് 4 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മാന്തൽപ്പെട്ട്. 4 കിലോമീറ്റർ ജീപ്പിലൂടെ സാഹസിക യാത്ര നടത്തി വേണം അവിടെ എത്താൻ. ജീപ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. അത്രയും മലകൾ, പാറകളൊക്കെ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് മാന്തൽപ്പെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ താഴത്തെത്തി. ജീപ്പ് അവിടെ പാർക്ക് ചെയ്യും. അപ്പോൾ ഒരു ജീപ്പിന് ഒരാൾക്ക് 300 റുപ്യയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജീപ്പിൽ 6-7 പേരുണ്ടാവും. അപ്പോൾ 2000 റുപ്യ, 1500 റുപ്യ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അവർ വാങ്ങും. അങ്ങനെ കുന്നിൻ്റെ താഴ്വാരത്ത് ജീപ്പ് നിർത്തിയിടും. പിന്നെ അവിടെ നിന്ന് നടന്ന് വേണം കുന്നിൻ്റെ മുകളിലെത്താൻ. ആദ്യം തന്നെ ജീപ്പിൽ നിന്ന് ഒരു 25 റുപ്യ പ്രവേശന നിരക്ക് കൊടുത്തിട്ട് വേണം ഫോറസ്റ്റിനകത്ത് പ്രവേശിക്കാം. ജീപ്പിൽ കയറി വന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് ഗേറ്റ് കിട്ടും. അവിടെ ഒരു 25 റുപ്യ കൊടുക്കണം ഒരാൾക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ നമ്മളെ കാട്ടിനകത്തുള്ള സഞ്ചാരത്തിന് നമ്മളെ കടത്തിവിടും. പിന്നെ അവിടുന്ന് ജീപ്പ് പോയിൻ്റിൽ നിന്ന് ഒരു 250 മീറ്റർ കുത്തനെയുള്ള മല കയറണം. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഒരു വാച്ച് ടവറുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നല്ല സുന്ദരമായ പുഷ്പഗിരി റിസർവോയർ കാണാം. അപ്പോൾ പുഷ്പഗിരി റിസർവ് ഫോറസ്റ്റിൻ്റെ പരിധിയിൽപ്പെട്ടാണ് ഈ പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് സൂര്യോദയം കാണാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ ഇത്രയോളമുള്ള യാത്രകൾ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് നല്ലൊരു വ്യൂ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റിയ ഒരു പ്രദേശം കൂടിയാണ് മാന്തൽപ്പെട്ടി പീക്ക്. അപ്പോൾ സൂര്യോദയം കാണാൻ പറ്റും. അതേപോലെ വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം. ഇത്രയും ബെറ്റർ പ്രദേശം എൻ്റെ അറിവിൽ സൗത്ത് ഇന്ത്യയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ അവിടെ ഒരുപാട് പുൽമേടുകൾ കാണാം. അതിലൊരുപാട് പശുക്കളൊക്കെ മേയുന്നുണ്ട്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ആനയോ മാനോ കാട്ടിയോ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിരാവിലെ വരികയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യമുണ്ടാകും. പിന്നെ സഞ്ചാരികളുടെ റൈഡേഴ്സിൻ്റെ, ബുള്ളറ്റ് റൈഡേഴ്സ്, ഓഫ് റോഡ് റൈഡേഴ്സിൻ്റെ പറുദീസ എന്ന് കൂടി പറയാം ഈ പ്രദേശം. ഇപ്പോൾ ഊട്ടിയാണെങ്കിലും കൊടൈക്കനാണെങ്കിലും വാഗമണ്ണാണേലും മൂന്നാറാണേലും വയനാടാണേലും എവിടെയും ഇതുപോലുള്ളൊരു ഓഫ് റോഡ് എൻ്റെ കാഴ്ചയിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഇത്ര നല്ലൊരു പ്രദേശം കാണാൻ ഒരു വഴിയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ ബാക്കി എല്ലായിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു വ്യൂ പോയിൻറ്റിൽ എത്താമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ഈ യാത്ര ആസ്വദിച്ച് പോകുന്നവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അല്ലാണ്ട് ജീപ്പിൽ പോയാൽ എന്നെ തെറി വിളിക്കും, വീഡിയോ കണ്ടു പോയാൽ. അത്രയും കഷ്ടപ്പാടാണ് അവർക്ക് എത്താൻ. അപ്പോൾ ആരോഗ്യമുള്ള ആൾക്കാർക്ക് പോവാം. ആരോഗ്യം നടക്കാൻ പ്രയാസമുള്ള ആൾ ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വരുന്ന സമയത്ത് ഭക്ഷണം, വെള്ളമൊക്കെ കരുതണം. ഇവിടെ ഭക്ഷണം, വെള്ളമൊന്നും കിട്ടില്ല. അപ്പോൾ മടിക്കേരി ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുക. പിന്നെ ഇവിടെ എൻട്രിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 250 മീറ്റർ കുത്തനെയുള്ള കയറ്റത്ത് കയറിയാൽ നമ്മൾ ടോപ്പിലെത്താം. അവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ പുഷ്പഗിരി, കുമാരപർവ്വത, അങ്ങനെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട
പർവ്വതനിരകളൊക്കെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നല്ല കാറ്റും, നിർത്താണ്ടുള്ള കാറ്റ്, നല്ല ശുദ്ധമായ വായു. പിന്നെ ഒന്നും പറയണ്ട. ഇപ്പം ഞങ്ങൾ ഈ എത്തിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് പോലും നല്ല കാറ്റും നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മലകളിലൊക്കെ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നല്ല മഞ്ഞും കാറ്റും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അത് പോയി അനുഭവിച്ചാലേ അറിയാൻ പറ്റും. പിന്നെ ഈ സ്ഥലത്തിന് ഇവിടെ ലോക്കൽ ആൾക്കാർ പറയുന്നത് മുകിൽപേട്ട എന്നാണ്. മുകിൽപേട്ട എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ അല്ലെങ്കിൽ ക്ലൗഡിൻ്റെ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ മലയാളം. മേഘങ്ങൾ കൂടുന്ന സ്ഥലം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സഞ്ചാരികൾ ഇവിടെ ഈ വഴി തേടി വരുന്നുണ്ട്. ഇതത്ര ടൂറിസം മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ വിശേഷണം അറിഞ്ഞിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഇവിടെ ഒഴുകിയെത്താറുണ്ട്. ഒരുപാട് കഠിനമാണ് ഈ മല കയറാനും ഇന്ന് ഇറങ്ങാനും. അപ്പോൾ സൂക്ഷിച്ച് വേണം മല കയറാൻ. പിന്നെ മഴക്കാലത്ത് ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് അട്ടകളും പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ്ങും വളരെ റിസ്ക്കാണ്. പിന്നെ അവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കൊട്ടാബി ഫാൾസ് എന്ന് പറയുന്ന ഒരു ഫാൾസ് ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഈ പുഴയിൽ. പിന്നെ നമുക്ക് അവിടെ കുളിക്കാനൊക്കെ പറ്റും. പിന്നെ അത്ര വലിയ ഡേഞ്ചർ പ്ലേസ് ഒന്നുമല്ല, നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് റിലാക്സ് ചെയ്യാം, കുളിക്കാം, ഫിഷിങ് ചെയ്യാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് മാതാപുര പോയി അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മടിക്കും.